ഇന്നത്തേത് പപ്പാമ്മയ്ക്ക് അഥവാ എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ കൊടുത്ത ഒരു കുഞ്ഞു ചലഞ്ചിന്റെ കഥയാണ്. എന്താണ് ആ ചലഞ്ച് എന്നല്ലേ പറഞ്ഞുതരാം. ഏകദേശം 2 മാസം മുൻപ് ഞങ്ങൾ പപ്പാമ്മയെ ഒരു ഹെൽത്ത് ചെക്കപ്പിന് കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ അമ്മയ്ക്കൊരു ചെറിയ ചലഞ്ച് കൊടുത്തു. ഇനിയുള്ള 2 മാസം ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ഡയബറ്റീസിന്റെ ലെവല് കുറയ്ക്കാൻ പറ്റിയാൽ അമ്മയ്ക്ക് ഞങ്ങൾ ഒരു ഉഗ്രൻ ഗിഫ്റ്റ് തരാം. അതായിരുന്നു ചലഞ്ച്. പണ്ട് മുതലേ ഗിഫ്റ്റ് കിട്ടുമെന്ന് കേട്ടാൽ അച്ഛന്റെ മുന്നിൽ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോലും മടിയില്ലായിരുന്ന എന്റെ അമ്മയ്ക്ക് ഈ ഒരു ചലഞ്ച് നിഷ്പ്രയാസം ജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്ന് പേടിച്ചിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഒരു കൂസലുമില്ലായിരുന്നു. പിന്നെ അറിയാണ്ട് തമാശക്കെങ്ങാനും ആശുപത്രി ചെലവിന് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്മ അപ്പൊ തന്നെ കക്ഷിയുടെ ഇൻഷുറൻസിനെ പറ്റി പറയാൻ തുടങ്ങും. അത് കേൾക്കാൻ നല്ല രസമുള്ളത് കൊണ്ടും നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടും അത് ഞാൻ അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം കേട്ടോ. എനിക്ക് അൺലിമിറ്റഡ് കവറേജ് കിട്ടും. ഹോസ്പിറ്റൽ ബില്ലിൽ ലക്ഷങ്ങളല്ല കോടികൾ വന്നാലും അതെന്റെ ഹെൽത്ത് ഇൻഷുറൻസ് നോക്കിക്കൊള്ളും. ഇതാണ് കക്ഷിയുടെ വാദം. എന്നാ പിന്നെ ഇതിനും മാത്രം പൈസയൊക്കെ എവിടെ നിന്ന് ചോദിച്ചാൽ 17 രൂപ മുതലാണ് അത്രേ പ്ലാന് തുടങ്ങുന്നത്. പക്ഷെ ഈ ഷുഗറും പ്രഷറുമുള്ള ആൾക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമെന്ന് ചോദിച്ചാലോ? അമ്മ എടുത്തത് നിവാബൂപ്പയുടെ റീഅഷ്യൂർ 3.0 ആണത്രേ. ഈ പറഞ്ഞതെല്ലാം ഇതിൽ കവേർഡുമാണ് പോലും. ഈ കാര്യത്തിൽ അമ്മയൊക്കെ നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ് കേട്ടോ. ഇനിയിപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ 2 മാസമായി ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് അമ്മ ആദ്യം ചെയ്തത് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. പിന്നീട് യൂട്യൂബിലും ഇതേ അസുഖമുള്ള സുഹൃത്തുക്കളോടുമൊക്കെ ചോദിച്ച് കുഞ്ഞു കുഞ്ഞു ഭക്ഷണക്രമങ്ങളും എക്സസൈസും കൂടെ കൃത്യമായി മരുന്നും തുടങ്ങി. മധുരമിടാതെ ചായ പോലും കുടിക്കാത്ത അമ്മ ഞങ്ങളുടെ ആ സമ്മാനത്തിന് വേണ്ടി ചായ തന്നെ ഒഴിവാക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നാണ് ഞങ്ങൾ 2 മാസത്തിന് ശേഷമുള്ള അമ്മയുടെ ഷുഗർ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. എന്തായാലും അമ്മതെ അടിപൊളിയായി തന്നെ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നു. 220 നിന്നും നേരെ 162ലേക്ക്. ഇനിയിപ്പോ റിസൾട്ട് വന്ന സ്ഥിതിക്ക് നേരെ കൈയോടെ സമ്മാനദാനത്തിലേക്ക്. ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ തന്നെ ഞങ്ങൾ 3 കുപ്പായമൊക്കെ മാറി നേരെ അടുത്തു തന്നെയുള്ള രാജൻ വാച്ച് ഹൗസിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ കാണുന്ന വാച്ചാണ് പപ്പാമ്മയ്ക്ക് ഞങ്ങൾ ഷുഗർ കുറച്ചതിന് കൊടുത്ത ആ ഗിഫ്റ്റ്. അമ്മയ്ക്ക് ഇത് ചലഞ്ച് ജയിച്ച് നേടിയതാണെങ്കിലും ഞങ്ങൾക്കിത് അമ്മയ്ക്കുള്ള ഓണസമ്മാനമാണ്. പിന്നെ ചലഞ്ചിൽ പങ്കെടുത്തില്ലെങ്കിലും ചിന്നുവിന്റെ അമ്മയ്ക്കും അച്ഛനും കൂടെ മേടിച്ചു ഓരോ ഓണസമ്മാനം. പഞ്ചസാര കുറച്ചതിന് അമ്മയ്ക്ക് കൊടുത്ത അതിനേക്കാളും മധുരമേറിയ സമ്മാനത്തിൽ ഞങ്ങളും അമ്മയും ഹാപ്പി. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.